തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. വചനം ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുക: ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധത്യം ഉപേക്ഷിക്കുവാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാൻ, അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ തന്ന ദൈവത്തിൽ അർപ്പിക്കാനും നീ ഓർമ്മപ്പെടുത്തുക. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി എല്ലാറ്റിൻ്റെയും ഉടയവനായ ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് ഈ ജീവിതത്തെ, സമ്പാദനങ്ങളെ, നിലപാടുകളെ അനുഗ്രഹമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്ന ഔദാര്യത്തിൻ്റെ ആയുസ്സിനെ അവിടത്തേക്ക് പ്രീതികരമാം വിധം, ദാതാവിൻ്റെ സ്വപ്നങ്ങൾക്കിണങ്ങും വിധം ഒന്ന് രൂപാന്തരപ്പെടുത്താനുള്ള ഓർമ്മപ്പെടുത്തലുകൾ സ്വീകരിക്കാൻ ഹൃദയത്തെയും ജീവിതത്തെയും ഒന്ന് പരുവപ്പെടുത്താം. അമ്മേ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, പ്രാർത്ഥിക്കണേ. എല്ലാ അനുഗ്രഹങ്ങളും ഈ നിമിഷങ്ങളിൽ വചനത്തോട് ചേർത്ത് ഞങ്ങൾക്ക് തരാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്നേഹമുള്ളവരെ, ഓരോ വ്യക്തിയും ജീവിതത്തിൽ സ്വീകരിക്കേണ്ട, പ്രത്യേകിച്ചും സമ്പാദനത്തോടും സമ്പത്തിനോടും ബന്ധപ്പെടുത്തി നമ്മുടെയൊക്കെ മനസ്സിൽ കുറിക്കേണ്ട മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്. ഔദ്ധത്യം ഉപേക്ഷിക്കാനായിട്ട് എന്ന് വെച്ചാൽ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടേത് എന്ന മനോഭാവത്തിൽ നിന്നും ദൈവത്തിൻ്റേത് എന്നുള്ള ഒരു ആശ്രയബോധത്തിൻ്റെ മനസ്സിലേക്ക് മാറാനായിട്ട് തമ്പുരാൻ ഓർമ്മപ്പെടുത്തുക. പല ആളുകളും ജീവിതത്തിൽ കരുതി വച്ചിരിക്കുന്നത് അവൻ്റെ കണക്കുകൂട്ടൽ കൊണ്ട്, ആലോചിച്ചും പദ്ധതിയൊരുക്കിയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മുൻപോട്ട് പോയതുകൊണ്ട് നേട്ടത്തിൻ്റെ പട്ടികയിൽ എവിടെയോ എത്തി എന്ന് കരുതുന്നവരോട് തമ്പുരാൻ്റെ വചനം കൃത്യമായും പറയാണ്: നീ നിൻ്റെ ആ കണക്കുകൂട്ടലുകളെ, നിൻ്റെ ശ്രേഷ്ഠഭാവങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കണം. വൈദേശിക സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ജീവിത പങ്കാളി സഹോദരി എന്നോട് പറഞ്ഞു: അച്ഛാ, വിശ്വാസമില്ലാത്തതാണ് എൻ്റെ ജീവിത പങ്കാളി. വലിയ കണക്കുകൂട്ടലുകൾ കൊണ്ട് സമ്പത്തു നേടാമെന്നും ജീവിതത്തിൽ പലതും സ്വന്തമാക്കാമെന്നു കരുതിയിട്ട് അതിനുവേണ്ടി മാത്രം, അതിനോട് ബന്ധപ്പെടുത്തി മാത്രം കാര്യങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പം എനിക്ക് വലിയ ഭയവും ഉള്ളിൽ വലിയ ഭീതിയുമൊക്കെയുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം തൻ്റെ ദുശീലങ്ങളെപ്പോലും ജീവിത പങ്കാളിയുടെ ആത്മീയതയോട് താരതമ്യപ്പെടുത്തിയത് വേദനയോടെ ആ സഹോദരി എന്നോട് പങ്കുവച്ചു. അദ്ദേഹം മദ്യപാനിയും മറ്റ് ആഘോഷങ്ങളുടെ ഭാഗവുമായിട്ട് കുടുംബത്തിൻ്റെ അനുഗ്രഹ വഴിയിൽ നിന്നും തെല്ലൊന്ന് വ്യതിചലിച്ചപ്പം ഈ സഹോദരി എന്നോട് പറഞ്ഞു, അതിനെ നിശിതമായി വിമർശിക്കുകയും അത്തരം കൂട്ടായ്മകളോട് അരുത് എന്ന് പറയുകയും ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്: നിനക്ക് പ്രാർത്ഥനയൊരു ആസക്തിയും അഡിക്ഷനുമാണെങ്കിൽ എനിക്ക് ഈ ലൗകികതകൾ, മദ്യം, മറ്റ് ആഘോഷങ്ങളും ആർഭാടങ്ങളുമൊക്കെ ആ ഗണത്തിൽപ്പെടുത്താം. വലിയ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാനും ഇത് കേട്ടത്. ആത്മീയതയുടെ ചുവടുകളാണ് ഒരുവൻ്റെ ജീവിതത്തിന് അനുഗ്രഹമെന്നുള്ള അവബോധങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ഒരാൾ ചിന്തിക്കുകയാണ് അത് മറ്റ് മദ്യപാനം പോലെ, ജഡിക പാപം പോലെയുള്ള ആസക്തിയുടെ ഗണത്തിൽ ഒന്നാണ് എന്ന്. എത്രയോ ഭയാനകമാണ്. അവിടെയാണ് തമ്പുരാൻ്റെ തിരുവചനം കൃത്യതയോടുകൂടിയിട്ട്, വ്യക്തതയോടുകൂടിയിട്ട് പഠിപ്പിക്കുക: സമ്പത്തുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ കണക്കുകൂട്ടലുകളിലും നിങ്ങളുടെ ഔദ്ധത്യത്തിൽ നിന്നുമൊക്കെ മാറിയിട്ട് ഇതെല്ലാം തന്നവനായ ദാതാവിലേക്ക് കണ്ണുകൾ ഉയർത്താനായിട്ട് ചിന്തയെ, മനസ്സിനെ, വികാരങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം എന്നാണ് തമ്പുരാൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഈ ചിന്തയുടെ ചുവട് പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്രയിൽ വിശുദ്ധ പൗലോസ് തന്നെ 1 തിമോത്തി 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്: സൽപ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കണം. എന്ന് വെച്ചാൽ ദൈവമാണ് സമ്പത്തിൻ്റെ ഉടയവൻ എന്നുള്ള അവബോധത്തിലെത്തിയാൽ മാത്രം പോരാ, ആ അവബോധത്തിൽ നിന്നും ഒരു പടി കൂടെ വളരേണ്ടിയിരിക്കുന്നു.
അതാണ് ഔന്നത്യത്തിൻ്റെ നിലപാട്. അതിന് സൂചനകമായി വിശുദ്ധ പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ് തിമോത്തിയോട്, മോനെ സൽപ്രവർത്തികൾ കൊണ്ട് സമ്പന്നമാവണം. എന്നുവെച്ചാൽ സൽപ്രവർത്തികളാൽ സമ്പന്നമായിട്ടുള്ളൊരു ജീവിതത്തിന് മാത്രമേ നിലനിൽക്കുന്ന സമ്പത്തിൻ്റെ ഉടയവനാകാനായിട്ട് കഴിയൂ എന്ന് ഓർമ്മപ്പെടുത്തുക. പല ആളുകളും ഇന്ന് ജീവിതത്തിൽ അറിയാതെ പോകണത് ഈ ഒരു മേഖലയാണ്. നിൻ്റെ ജീവിതത്തെ സൽപ്രവർത്തികൾ കൊണ്ട് ദൈവത്തിനും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും നാം ആയിരിക്കുന്ന ഇടങ്ങൾക്കുമൊക്കെ സ്വീകാര്യമായിട്ട് എന്തു ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് സൽപ്രവർത്തികൾ എന്നൊക്കെ പറഞ്ഞാൽ. അതിനൊരു ആത്മീയതയുടെ ഭാവം പോലും കൊടുക്കേണ്ടതില്ല. അതിനൊരു മതത്തിൻ്റെ ഛായകളൊന്നും ആവശ്യമില്ല. അതൊരു അടിസ്ഥാനപരമായ മൂല്യത്തിൻ്റെ, അടിസ്ഥാനപരമായ ചൈതന്യത്തിൻ്റെ കാര്യമാണ്. ചില ആളുകളെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരെന്നൊക്കെ നമ്മൾ പറയും. സൽപ്രവൃത്തികളൊന്നും നിക്ഷേപത്തിൻ്റെ കണക്ക് പുസ്തകത്തിനകത്ത് ശേഷിപ്പുകളായിട്ടില്ലാത്തവർ ശവമായി അവസാനിക്കും. സൽപ്രവൃത്തികൾ കൊണ്ട് സമ്പന്നമായവരൊക്കെ തിരുശേഷിപ്പിലേക്ക് രൂപാന്തരപ്പെടും. ശവമെന്ന് പറയുന്നത് ഒരു അവസാനമാണെങ്കിൽ തിരുശേഷിപ്പ് ഒരു ആത്മീയത കൊണ്ടും സങ്കല്പം കൊണ്ടും ഒരനുഗ്രഹമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തിമോത്തിയോട് പറഞ്ഞത് സൽപ്രവർത്തികൾ നീ ചെയ്യണം, വിശാല മനസ്കരാവണം. എന്നുവെച്ചാൽ ഇടുങ്ങിയ മനോഭാവത്തിൽ നിന്നും എനിക്ക്, എൻ്റെ കുടുംബത്തിന്, ഇന്ന് മനുഷ്യർ മുഴുവനും ചുറ്റിപ്പറ്റിക്കറങ്ങണ ഓർബിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ എൻ്റെ എന്ന ഓർബിറ്റാണ്. ഐ എന്ന ഓർബിറ്റിന് കേന്ദ്രീകൃതമായിട്ട് ഞാനും എൻ്റേതും എന്നോട് ബന്ധപ്പെട്ടതും. ഈ എന്നിൽ നിന്നും ഒന്ന് പുറത്ത് കിടക്കാനായിട്ട് അവരെൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ ദൂരം എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ ബുദ്ധിയിൽ നിന്നും മനസ്സിലേക്കാണെന്നൊക്കെ വായിച്ച് തോർക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാം കണക്ക് കൂട്ടലുകളിൽ മാത്രം കൊണ്ടു നടക്കുന്നവരോട് തമ്പുരാൻ പറയാണ്, വിശാല മനസ്കരാകാനായിട്ട് പഠിക്കണം. കണക്ക് കൂട്ടലുകളെയൊക്കെ പാടത്തെറ്റിക്കുന്ന ഒരു ദൈവമുണ്ട്. വൈദ്യശാസ്ത്രമൊക്കെ കണക്ക് കൂട്ടിയിട്ട് 3 മാസവും 4 മാസവും ഒക്കെ ആയുസ് നിശ്ചയിച്ച പല ആളുകളും വർഷങ്ങളോളം ജീവിച്ചു പോകുന്നത്. അടുത്ത കാലത്തെങ്ങും മരിക്കില്ല എന്ന് പോലും കരുതിയവർ അപ്രതീക്ഷിതമായിട്ട് ഇടിമിന്നലേറ്റ് വീഴും പോലെ മരിക്കണത്. ഈ 2 വൈരുദ്ധ്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശാല മനസ്കരായി ജീവിക്കാൻ പറ്റുമോ? ഈ ബുദ്ധിയിൽ നിന്നും ഈ ഹൃദയത്തിലേക്കുള്ള ദൂരമാണ് ഏറ്റവും വലിയ ദൂരം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥവും ആത്മീയതയും മറ്റൊന്നല്ല. നമ്മളിങ്ങനെ സകല കാര്യങ്ങളെയും വിശാല മനസ്സില്ലാതെ ബുദ്ധിയുടെ ആ ഇടുങ്ങിയ ഭാവത്തിൽ കണ്ടു കാഴ്ചയായിട്ട് കൊണ്ടു നടക്കുമ്പം തമ്പുരാൻ പറയും, തെല്ലുനെയൊന്ന് കുനിഞ്ഞ് ഈ ബുദ്ധിയിൽ നിന്നും ഈ ഹൃദയതലത്തിലേക്കൊന്ന് കടന്നു വരാനായിട്ട് കഴിഞ്ഞാൽ വിശാല മനസ്സ് അനുഗ്രഹത്തിൻ്റെ വഴിയായി മാറും. ഉദാരമതികൾ ആയിരിക്കണം. ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകമെടുത്ത് വെറുതെ ഒന്ന് മറിച്ചു നോക്കുമ്പം അതിൽ ആർക്കെങ്കിലുമൊക്കെ എൻ്റെ ജീവിതം കൊണ്ട് അനുഗ്രഹമായെന്ന്, ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിന് ഒന്നുവടിയായെന്നും, ഒറ്റയ്ക്ക് ജീവിക്കുന്നവൻ്റെ ജീവിതത്തിന് എൻ്റെ വാക്കുകൾ കരുത്തായെന്നും, എൻ്റെ സാന്നിധ്യം സുഖമേകിയെന്നും ഒക്കെ നമുക്ക് പറയാൻ പറ്റൂ. മരിച്ച വീട്ടിലൊക്കെ ചെന്നിട്ട് വാചാലമാകുന്ന ആത്മീയതയിൽ നിന്നും ഈ സ്നേഹം പകർന്നേകുന്ന ആത്മീയത എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വാക്കുകളല്ല, കണ്ണിൽ നിന്നും പൊഴിയുന്നൊരു തുള്ളി കണ്ണീരിന് ഒരുപാട് കഥ പറയാനായിട്ട് അവിടെ ഉണ്ടാകും. അത് കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഒത്തിരി നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായ ഒരു മകള് അപ്രതീക്ഷിതമായിട്ട് ഒരു അപകടത്തിൽ മരിച്ചപ്പം 10 കൊല്ലത്തോളം പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞിൻ്റെ കഥയാണ്. വലിയ വേദനയോടുകൂടിയിട്ട് മനോനില തെറ്റിയതുപോലെ വീട്ടുകാരും പ്രിയപ്പെട്ടവരും വന്നുകൂടിയവരും മുഴുവനും 5-6 വയസ്സ് മാത്രം ജീവിച്ച് മൺമറഞ്ഞു പോകുന്ന മകളുടെ മൃതസംസ്കാര വേളയിൽ ഒരു 4 വയസ്സുള്ള കുഞ്ഞു മാത്രം വളരെ കൗതുകത്തോടു കൂടിയിട്ട് എല്ലാവരെയും നോക്കിയിട്ട് അമ്മയുടെ കാതിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, ഈ വികാരിയച്ഛൻ മാത്രം എന്താ കരയാത്തെ? വികാരിയച്ഛൻ ഒരുപക്ഷെ ബോധപൂർവകമായിട്ട് അത്തരം വൈകാരികമായ പ്രകടനങ്ങൾ ഒഴിവാക്കിയതാണെങ്കിലും ഒരു കുഞ്ഞ് തൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ടാണ് കരയാത്തതെന്ന്. ആ കുഞ്ഞിൻ്റെ മനസ്സ് പറയാതെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എത്ര വാചാലമായിട്ട് ആ കുഞ്ഞിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പറയുന്നതിനുമുപരിയായിട്ട് ഒരു തുള്ളി കണ്ണീര് പൊടിഞ്ഞിരുന്നെങ്കിൽ അത് വാക്കുകളെക്കാൾ വാചാലമാകുമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഈ വചനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ശ്രദ്ധയിൽ സൂക്ഷിക്കേണ്ട
സമ്പത്തിനോടും സമ്പാദനത്തോടും ബന്ധപ്പെടുത്തിയിട്ട് ഓർമ്മപ്പെടുത്തലായി ഒന്നാമത്തെ കാര്യം, അഹങ്കാരം ഉണ്ടാകരുത്. സമ്പത്തുണ്ടായതിൻ്റെ പേരിലും സമ്പന്നനായതിൻ്റെ പേരിലും അഹങ്കാരത്തിന് നമുക്ക് അവകാശമില്ല എന്ന് ഓർമ്മിക്കണം. അത് ദൈവത്തിൻ്റെ ഔദാര്യമാണ്. ഇന്ന് ഉണ്ടായത് നാളെ തികച്ചും നിൻ്റെ കൈവശം ഇല്ലാതാകാം. അപ്രതീക്ഷിതമായിട്ട് നിനക്ക് ഈ കണക്കുകൂട്ടലുകൾക്ക് തെറ്റുന്ന വൈകാരികതയോ ബൗദ്ധികമായ അവസ്ഥയോ ഉണ്ടാകാം. നിയമാവർത്തന പുസ്തകം 8:18 പറയും, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം, എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഈ സമ്പത്തിൻ്റെ മേഖലയ്ക്ക് ശക്തി പ്രദാനം ചെയ്യുന്നവൻ ദൈവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ വിചാരിക്കണത് പോലെ നമ്മൾ പോയ വഴികളോ നമ്മളൊരുക്കിയ ജീവിതത്തിൻ്റെ നിലപാടുകളോ ഒന്നുമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം. പൂർവികരിലേക്ക് കൈമാറിയ ദൈവിക അഭിഷേകം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. രണ്ടാമത് മനസ്സിൽ ഈ ചിന്തയോട് ചേർന്ന് മനസ്സിൽ കുറിക്കേണ്ടത്, സമ്പത്തിന് നമ്മൾ ശരണം വയ്ക്കരുത്. സമ്പത്തിൽ ശരണം വയ്ക്കരുത്. സമ്പത്ത് നമ്മുടെ ജീവിതത്തിന് വേണം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ശുശ്രൂഷാവേളയിലൊക്കെ ആളുകളോട് പറയും, ദൈവം ഒരിക്കലും നമ്മളിങ്ങനെ ദരിദ്രവാസികളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും സമയത്തിനും കാലത്തിനും ആനുപാതികമായിട്ട് ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ സവിശേഷതകളോട് ചേർന്ന് നിലവാരത്തിൻ്റെ വർധനവ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ ഇങ്ങനെ ഗതികെട്ടാപ്രേതങ്ങളായിട്ട് വെച്ചുകൊണ്ട്, അതാണല്ലോ ചില സിദ്ധാന്തങ്ങളൊക്കെ പറയണത്. ആദ്യം നീ ഒരു മനുഷ്യനെ ദരിദ്രനാക്കി മാറ്റുക, അവൻ നിന്നെ എന്നും ആശ്രയിക്കും. ഒരുത്തനെ അവൻ്റെ ഗതികേടിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ അവന് ഭക്ഷണമില്ലാത്ത വിധം, വസ്ത്രമില്ലാത്ത വിധം, നിന്നെ ആശ്രയിക്കാൻ തക്ക വിധമുള്ള ഒരു സാധ്യത ഒരുക്കിയിട്ട് നീ അവനെ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിൻ്റെ അടിമയാക്കി മാറ്റുന്ന സംസ്കാരം. അതാ തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 23:5 ഈ സമ്പത്തിൽ ശരണം വയ്ക്കരുത് എന്നതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയാണ്, സമ്പത്തിന്മേൽ കണ്ണുവെക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും, കഴുകനെപ്പോലെ ചിറക് വെച്ച് ആകാശത്തിലേക്ക് പെട്ടെന്നത് പറന്നു പോകും. എന്നുവെച്ചാൽ നീ ആവശ്യമില്ലാണ്ട് സമ്പത്തിലേക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ ശ്രദ്ധയെ കൂടുതലായിട്ട് അഭയം ഗമിക്കുന്ന വിധം മാറിയാൽ അത് കൈവിട്ടു പോകുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സൽപ്രവൃത്തികൾ കൊണ്ട് സമ്പന്നമാകണം എന്നതാണ്. സമ്പത്തെന്നൊക്കെ പറയണത് ബാങ്ക് നിക്ഷേപങ്ങൾ മാത്രമായിട്ടും ആസ്തിപാസ്തികൾ മാത്രമായിട്ടും കരുതുന്നവരോട് തമ്പുരാൻ്റെ വചനം എഫേസസ് ലേഖനം 2:10 പറയും, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം ഇങ്ങനെ ചില സൽപ്രവർത്തികൾ ചില കാലഘട്ടത്തിൽ ചെയ്തു പൂർത്തിയാക്കി ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ എന്നോർക്കണേ. എന്നോർത്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയേ മാറും. ഈ 2021 എന്നിലൂടെ ദൈവം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം എന്തെന്ന് ചോദിക്കണം. ഫിയാത്ത് മിഷനോടൊക്കെ ബന്ധപ്പെട്ട് ചില വായനകളൊക്കെ വല്ലാതെ മനസ്സിനെ ഭാരപ്പെടുത്തുകയും വളരെ കൗതുകത്തോടു കൂടി അത് ഉള്ളിൽ സൂക്ഷിക്കാനായിട്ട് ഇടയാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ ബൈബിൾ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനകത്ത് ദൈവത്തിൻ്റെ വെളിപാടുകൾ ചോദിക്കുക. ദൈവത്തിൻ്റെ വെളിപാട് ചോദിക്കുന്നുവെന്ന് മാത്രമല്ല, ദൈവം പറയുന്നതിനനുസരിച്ച് ആ സ്ഥലത്ത് പോവുകയോ അതിനോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവിടെ പോയി കൂടാരം കെട്ടി താമസിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കാത്ത വിധം ആ ഇടത്തെ ദൈവത്തിൻ്റെ ഇടമായി എടുത്ത് ആ ഇടത്തോടുള്ള ദൈവിക പദ്ധതികളെ സ്വാംശീകരിച്ച് അത്ഭുതമായി മാറുന്ന അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വഴി തുറക്കുന്ന ഒരു ശുശ്രൂഷ. അതാ തിരുവചനം പറഞ്ഞേ, നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും ചെയ്യാനായിട്ട് സൽപ്രവർത്തികളുടെ ഒരു വലിയ നിക്ഷേപത്തിൻ്റെ ഒരു വലിയ സാധ്യത സ്വർഗം ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ വളരെ കൂളായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന ഭാവത്തിൽ ഇതൊന്നും എൻ്റെ വിഷയമല്ല അല്ലേ. വഴിയോരത്ത് എന്ത് സംഭവിച്ചാലും, വീടുമുറ്റത്ത് തന്നെ വഴിയിൽ വെള്ളം കെട്ടിക്കിടന്നാലും, വഴി എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് പരുക്ക് പറ്റിയാലും എനിക്ക് യാതൊരു കൂസലുമില്ല. മലയാളിക്ക് അക്കാര്യത്തിൽ ഒരു മനസാക്ഷിയില്ല. അവൻ്റെ വീട്ടിലേക്ക് പൈപ്പിടാൻ വേണ്ടിയിട്ട് അവൻ ഏത് നല്ല വഴിയും വെട്ടിപ്പൊളിക്കും. എന്നാൽ അത് മറ്റൊരാൾക്ക് പരുക്ക് പറ്റാത്ത വിധം ഒന്ന് പൂർത്തീകരിക്കാനുള്ള സന്മനസ് കാണിക്കുന്നതിൽ നമ്മൾ വൈമുഖ്യത്തില്ല. അവിടെ വല്ലാതെ ഭാരപ്പെടുത്തും. അതായത് അത്തരത്തിലുള്ള എന്നിട്ട് പ്രതിഷേധങ്ങളിലേക്ക് ഒടുവിൽ വഴി കുഴിയായി കഴിയുമ്പം വലിയ വാഴ നട്ടും
അല്ലെങ്കിൽ ചേന നട്ടുമൊക്കെ നമ്മൾ പ്രതിഷേധിക്കും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് ഇത്തരമൊരു മേഖലയിലേക്ക് എന്തു ചെയ്യാൻ കഴിയുന്നുവെന്ന് ചോദിക്കണം. എനിക്കെന്ത് ചെയ്യാൻ, മേക്ക് എ ഡിഫറൻസ് എന്ന് പറയുന്നൊരു സംഘടന തന്നെയുണ്ട്, മാഡ് എന്ന സംഘടനയുടെ പേര്. അവരുടെ ലക്ഷ്യം തന്നെ ഇത്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, എനിക്ക് നിനക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയും, ഒരു പ്രദേശത്തിന് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ കഴിയും, ഒരു മാറ്റത്തിന് വേണ്ടി എൻ്റെ ആദ്യ ചുവട് അനുഗ്രഹമാകണമെന്ന നിഷ്ഠയുള്ളവരാണ് അവർ. അത്ഭുതകരമായിട്ടിങ്ങനെ അവർ കാണുന്ന മുഴുവൻ ജീവിതങ്ങളോടും സംവദിക്കേണ്ടതും ഇടപെടുന്നതും ഈ ചോദ്യത്തിൻ്റെ, ഈ ചൈതന്യത്തിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ടാണ്. മുൾമുനയിലാണ് നിൽക്കണേ, ചുമ്മാ സുഖമായൊരു പട്ടുമത്തയിലൊന്നുമല്ല. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചോദിക്കുമ്പം സൽപ്രവർത്തികൾ കൊണ്ട് സമ്പന്നമായൊരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസാദം, സ്വർഗത്തിൻ്റെ കൃപ സമൃദ്ധമാവുക എന്ന് മനസ്സിൽ മായാതെ കുറിച്ചിടാം. നാലാമത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ, ഔദാര്യത്തോടുകൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് സമ്പത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ചേർക്കലായിട്ട് സ്വർഗം കരുതുക. തോബിത്തിൻ്റെ പുസ്തകം 4:8 സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക, കുറച്ചേ ഉള്ളുവെങ്കിൽ അതിനനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. അപ്പം സമ്പന്നനും ദരിദ്രനും ഒരുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവനാ. തമ്പുരാൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് പഠിച്ചാൽ നീ നേർച്ചപാത്രത്തിലിട്ടത് 100-ൻ്റെയാണോ 10-ൻ്റെയാണോ എന്നത് നിന്നെ ഭാരപ്പെടുത്തില്ല. ഭാരപ്പെടുത്തുന്നത് എപ്പോഴാ? 100 ഇടാനായിട്ടു കഴിവുണ്ടായിട്ടും നീ 10-ൻ്റെ നോട്ടാണ് ഇട്ടതെങ്കിൽ നീ ഭാരപ്പെടേണ്ടതായിട്ട് വരും. ദൈവത്തിൻ്റെ കൺവെട്ടത്തുനിന്ന് നമുക്കതൊന്നും മറച്ചു പിടിക്കാനാവില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കണം, ഓരോരുത്തൻ്റെ ജീവിതത്തിലേക്കും ദൈവം തന്നിരിക്കുന്നത്. ഞാനിങ്ങനെ കൗതുകത്തോടെ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ആളുകളിങ്ങനെ ഈ ജീവിതത്തിൽ ശ്രദ്ധാപൂർവം ചെയ്യുന്നൊരു കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിക്കും. അത് കൊടുക്കുന്ന കാര്യത്തിൽ പോലും ഇങ്ങനെ വളരെ ഷാർപ്പായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ചില മനുഷ്യരുണ്ട്. എന്നാൽ ഒട്ടും കൊടുക്കാത്തവരെയും കണ്ടിട്ടുണ്ട്. അത് നാട്ടിലും വിദേശത്തും ഒക്കെയുണ്ട്. ഇങ്ങനെ വീടുകൾ മേടിച്ചു കൂട്ടുന്ന ആളുകൾ, 5ഉം 6ഉം വീടും ഒക്കെ വൈദേശിക സാഹചര്യത്തിലൊക്കെ ഉള്ള ആളുകളെക്കുറിച്ച് കേൾക്കുമ്പം സത്യത്തിൽ ഇങ്ങനെ സങ്കടം തോന്നിയിട്ടുണ്ട്. ഇവരിതെല്ലാം കൂടെ എങ്ങോട്ട് കൊണ്ടുപോകുമോ എന്നുവെച്ചാൽ, ആർക്കു വേണ്ടിയാണ് ഈ സമ്പാദിക്കണത്, എന്തിനു വേണ്ടിയാണ് ഈ സമ്പാദിക്കണത്? അത് മക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ 1 or 2 മക്കൾക്ക് നമ്മൾ പറയില്ലേ, എന്തോരം തിന്നാൻ പറ്റും, ഒരു പരിധിയിൽ. അറിഞ്ഞുമറിയാതെയും ഇങ്ങനെയൊരു സംസ്കാരത്തിൽ നിന്ന് ഒരു മാറ്റത്തിൻ്റെ മാറ്റൊലി ശംഖായി മുഴക്കുന്ന അനുഭവത്തിന് വേണ്ടിയാണ് തോബിത്തിൻ്റെ പുസ്തകം പറയണത്. സമ്പത്തുണ്ടെങ്കിൽ സമ്പത്തിന് ആനുപാതികമായിട്ട്, അപ്പം മാനദണ്ഡം അവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട്. സമ്പന്നനാണെങ്കിൽ അതിനാനുപാതികമായിട്ട്, ദാരിദ്ര്യത്തിലാണെങ്കിൽ അതിനിണങ്ങുന്ന വിധം. അപ്പം 2 പേർക്കും ഒഴികഴിവുകളില്ലാത്ത വിധം സ്വർഗം ഈ ഒരു കാര്യത്തെ നമ്മളോട് പങ്കുവെക്കുക. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, പിടിച്ചു വയ്ക്കുന്നത് കൊണ്ട് അധികം സമ്പന്നനായവരോ പങ്കുവച്ചതുകൊണ്ട് ദാരിദ്ര്യം അനുഭവിച്ചവരോ ഇല്ല. അത് മന്നായുടെ പൊഴിക്കലിനോട് ബന്ധപ്പെടുത്തിയിട്ട് ആ മന്ന ഓരോരുത്തർക്കും, മന്നയും കാടപ്പക്ഷിയും ഓരോരുത്തരും സൂക്ഷിക്കേണ്ടത് ഓരോ ദിവസത്തേക്കും വേണ്ടതാണെന്നൊക്കെ കൃത്യമായിട്ടും വചനം പറഞ്ഞിട്ടും അധികം സൂക്ഷിച്ചവനും എന്നാൽ കുറവുള്ളവനും ഒക്കെ മാനുഷികമായ കണ്ണിലുണ്ടായിരിക്കെ വചനം കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, അധികം സൂക്ഷിച്ചവന് അത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നില്ല, കുറവുള്ളവന് കുറവ് അനുഭവപ്പെട്ടതുമില്ല. എല്ലാവർക്കും ഒരേപോലെ. അപ്പം ദൈവത്തിൻ്റെ അളവുകോല് മനുഷ്യൻ്റേത് പോലെ അല്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധാപൂർവം തമ്പുരാനോട് ചോദിക്കണം, ദൈവമേ, സമ്പത്തിനോടുള്ള ആഭിമുഖ്യത്തിൽ ഈ അഹങ്കാരം ഉണ്ടായിട്ടുണ്ടോ? സമ്പത്തിൽ ശരണം വയ്ക്കുന്ന മനസ്സെനിക്ക് ഉണ്ടായിട്ടുണ്ടോ? സൽപ്രവൃത്തികൾ കൊണ്ട് സമ്പന്നമാക്കാൻ കഴിയുന്ന വിധം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഒടുവിൽ ഔദാര്യത്തോടു കൂടിയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചിട്ട് വേണം ഈ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലെ പൗലോസിൻ്റെ ഓർമ്മപ്പെടുത്തലിനെ നമ്മുടെ ഹൃദയഭാഗമാക്കി മാറ്റേണ്ടത്. പലപ്പോഴും നമ്മൾ ആ തിരിച്ചറിയാതെ പോകുന്നത് വെൽത്ത്, റിച്ച്നെസ്, ഇത് രണ്ടും നമ്മുടെ വ്യത്യാസമാണ്. വെൽത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അനുദിന ജീവിതത്തിന് ആവശ്യമായിട്ട് വരുന്ന സമ്പാദനം, അത് അനുഗ്രഹമാണ്, നമുക്കത് ആവശ്യമുണ്ട്. ഒരു ബേസിക്കായിട്ടുള്ള വെൽത്ത് നമുക്ക് വേണം. ഈ റിച്ചസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതിതാണ്, സ്വന്തമെന്ന വിധത്തിൽ സമ്പത്തിനോട് കാണിക്കുന്ന ആഭിമുഖ്യമാണ്. നമ്മൾ ഇന്ന് ഈ വചന വിചിന്തന വഴികളിലൂടെ കടന്നു പോകുമ്പം ചോദിക്കേണ്ട ഒരു ചോദ്യം, എനിക്ക് വെൽത്താണോ ഉള്ളത്, റിച്ചസ് ആണോ ഉള്ളത്? എന്നുവെച്ചാൽ സമ്പത്തിനോട് എനിക്ക് നിർമ്മമതയോട് കൂടിയിട്ട് സമീപിക്കാൻ പറ്റും. മദർ തെരേസയൊക്കെ തൻ്റെ ജീവിതത്തിൽ വലിയ ത്യാഗത്തോടു കൂടെ ജീവിക്കുകയും ഈ ദാരിദ്ര്യത്തെ പുൽകുകയും ഒക്കെ ചെയ്ത മദർ തെരേസ തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യം, താൻ രോഗിയായിരുന്നപ്പം
അധികം ചികിത്സകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴും അധികാരികളുടെ അമ്മയുടെ ജീവിതം അമ്മയ്ക്ക് വിലപ്പെട്ടതല്ലായിരിക്കാം, എങ്കിലും സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും വിലപ്പെട്ടതാണ് എന്ന നിഷ്ഠയോട് കൂടിയിട്ടാണ് അമ്മയെ കൂടുതൽ നല്ല മെഡിക്കൽ സംവിധാനങ്ങളുള്ളിടത്തേക്ക് മാറ്റിയത്. എന്നുവെച്ചാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമുക്ക് വെൽത്താണോ റിച്ചസ് ആണോ ഉള്ളത് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പല ആളുകളും ഇന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തും. അതായത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു കണക്കും കൂട്ടാതെ കോടിക്കണക്കിന് വിലയുള്ള സ്വത്ത് ഒരു 4-5 വീടുകൾക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ച ചെറുപ്പക്കാരൻ എന്നെ അത്ഭുതപ്പെടുത്തി. ഒത്തിരി പൈസയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ചുമ്മാ ഇങ്ങനെ മനസ്സിലങ്ങ് തോന്നുകയാണ്, ദൈവമേ ഈ കൂട്ടി വെച്ചിട്ട് എന്ത് കാണിക്കാനാ, ജീവിച്ചാൽ പോരെ. അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നിട്ട് തനിക്ക് സമ്പാദ്യമായിട്ടുണ്ടായിരുന്ന ഒരു 10-40 സെൻറ്റ് സ്ഥലം 1 കോടിയോളം വില വരും, അതൊരു 4-5 വീടുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറയുകയും ഔദാര്യപൂർവ്വം കൊടുക്കുകയും ചെയ്യണം. ഞാൻ ആ സഹോദരനോട് പറഞ്ഞത്, അങ്ങനെ കൊടുക്കുമ്പം ദൈവത്തോട് അവകാശത്തോട് കൂടെയിട്ട് ചില അനുഗ്രഹങ്ങൾ കൂടെ നേടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ മാറ്റമാണ് ഇന്ന് വചനം ആവശ്യപ്പെടുക. സക്കേവൂസിൻ്റെ ജീവിതം സമ്പത്ത് ദാനം ചെയ്യുമ്പം നമ്മളൊരു പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രയോറിറ്റി ഷിഫ്റ്റിലേക്ക് മാറുകയാണ്. സമ്പത്ത് ദാനം ചെയ്ത സക്കേവൂസിൻ്റെ ആ ഒരു ഷിഫ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. തന്നിലേക്ക് തന്നെയും കുടുംബത്തിലേക്ക് തന്നെയും തൻ്റെ കാര്യങ്ങളിലേക്കും മാത്രം കേന്ദ്രീകരിച്ചിരുന്ന സക്കേവൂസിൻ്റെ ജീവിതം അവിടുന്ന് പതിയെ മാറിയിട്ട് സ്വത്തിൻ്റെ പകുതി കൊടുത്തു, 4 ഇരട്ടി വഞ്ചിച്ചവർക്ക് മടക്കി കൊടുക്കാൻ തീരുമാനമെടുത്തു. സക്കേവൂസ് ലിറ്ററലി ഫിനാൻഷ്യലി പാപ്പരായി കഴിയുമ്പം സക്കേവൂസിൻ്റെ ഷിഫ്റ്റ് മാറുകയാണ്. അപ്പോഴാണ് തമ്പുരാൻ്റെ ഫോക്കസ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കും. നമ്മുടെ ഈ പ്രയാണത്തെ അനുഗ്രഹമാക്കാം, നമ്മുടെ ഈ യാത്രയെ അഭിഷേകമുള്ളതാക്കാം. പലപ്പോഴും കഴിയാതെ പോകുന്ന ഈ മേഖലകളെ തിരുത്താനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനെ ഓർമ്മപ്പെടുത്തും പോലെ നമുക്ക് തമ്പുരാനോട് പറയാം, എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ലോകത്തിലെ ധനവാന്മാരോട് അങ്ങ് പറഞ്ഞത് എൻ്റെ ജീവിതത്തോടും ഇന്ന് പറയുമ്പം ഔദ്ധത്യം ഉപേക്ഷിക്കാൻ, എല്ലാറ്റിൻ്റെയും ഉടയവനായ ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിവിലേക്ക് എത്താൻ, ആ തിരിച്ചറിവിൻ്റെ ചുവട് പിടിച്ച് കുറേയും കൂടെ പോസിറ്റീവായിട്ട് ജീവിക്കാൻ, ഇന്നോളം എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും മാത്രം പരിമിതപ്പെട്ട എൻ്റെ ക്യാമറ കണ്ണുകളെ ചുറ്റുപാടിലേക്ക് കൂടെ ഒന്ന് മാറ്റാൻ, പടിവാതിൽ കിടക്കുന്ന ലാസറിനെ അവഗണിച്ച ആ ധനവാൻ്റെ ഗതികേടിലേക്ക് എൻ്റെ ജീവിതം എത്താതിരിക്കാൻ ഒരു തുറന്ന കണ്ണോടുകൂടെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ജീവിതത്തിൽ ഈ സമ്പാദനത്തോടും സമ്പത്തിനോടുമുള്ള ആഭിമുഖ്യത്തിൽ നീ ആഗ്രഹിക്കുന്നൊരു മാറ്റം തന്നേ ഈശോയെ, വിശാല മനസ്സ് തന്നേ ഈശോയെ, ഔദാര്യപൂർണമായ ഹൃദയം തന്നേ തമ്പുരാനെ, സൽപ്രവർത്തികൾക്ക് വേണ്ടിയുള്ള സാധ്യത എനിക്ക് മുമ്പിൽ തുറന്നേ ഈശോയെ. ഓരോ ദിവസവും എന്നിൽ നിന്നും സ്വർഗം ആഗ്രഹിക്കുന്ന വിധം പ്രവർത്തിക്കാൻ, അങ്ങനെ അഹങ്കാരം വെടിഞ്ഞ് സമ്പത്തിൽ ശരണം വയ്ക്കാതെ സൽപ്രവർത്തികൾ കൊണ്ട് സമ്പന്നമായി ഔദാര്യത്തോടെ കൊടുത്ത് ഞങ്ങൾ ഈ ജീവിതത്തെ അനുഗ്രഹമാക്കാൻ കൃപ തരണേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.